വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് വിദേശത്തുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൽ നല്ല സാലറിയോടുകൂടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് സെറ്റിൽ ആവുക എന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു ഏഷ്യൻ റീജിയനിലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഈ ജോർജിയ, അർമേനിയ ഒക്കെ പോലുള്ള യൂറോ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ട ഓപ്ഷൻസ് വളരെ വളരെ കുറവാണ്. നമ്മൾ ഏത് രാജ്യത്ത് പോകണമെങ്കിലും അവരുടെ എക്സാമിനേഷൻസ് എഴുതിയിട്ട് മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള രാജ്യങ്ങളാണ് പിന്നെയുള്ള ഓപ്ഷൻസ്. പക്ഷെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ പോയിട്ട് നമുക്ക് MBBS പഠിക്കാനായിട്ട് ബഡ്ജറ്റ് വളരെ വളരെ കൂടുതലാണ്. ഇനി നമ്മൾ യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള കൺട്രീസ് എടുക്കുകയാണ് എങ്കിലും, ഇപ്പോൾ ഇറ്റലിയോ ജർമ്മനിയോ ഫ്രാൻസ് ഒക്കെ പോലുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനും അതുപോലെ തന്നെ അവിടെ നമ്മൾ പ്രൈവറ്റ് കോളേജസ് ഒക്കെയാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ ബഡ്ജറ്റ് എന്താണ് ഒരു 1-1.5 കോടി രൂപയൊക്കെ ബഡ്ജറ്റ് വരും. സോ നമുക്ക് യൂറോപ്യൻ യൂണിയനകത്ത് വളരെ ബഡ്ജറ്റീവായിട്ട് MBBS പഠിക്കാനായിട്ട് കഴിയുന്ന ഒരു രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. ബൾഗേറിയ എന്ന് പറയുന്നത് ഒരു സൗത്ത് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയാണ്. ബൾഗേറിയ ഓൾറെഡി യൂറോപ്യൻ യൂണിയന്റെ അണ്ടറിൽ വരുന്ന ഒരു രാജ്യവുമാണ്. ഏകദേശം ഒരു 8,000 യൂറോ മുതൽ 9,000 യൂറോ വരെ ട്യൂഷൻ ഫീസ് വരുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ബൾഗേറിയയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബൾഗേറിയയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾഗേറിയയിലെ ലൈസൻസ് കിട്ടും. അത് കൂടാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂറോപ്യൻ യൂണിയനകത്തുള്ള കൺട്രികളിൽ നമുക്ക് പോയി വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് ബൾഗേറിയയിലുള്ള MBBS പഠനം എങ്ങനെയാണ്, അത് കൂടാണ്ട് ബൾഗേറിയയിൽ MBBS പഠിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൾഗേറിയ എന്ന് പറയുന്നത് ഒരു സൗത്ത് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യമാണ്. നമ്മൾ ബൾഗേറിയയുടെ ബോർഡേഴ്സ് നോക്കുന്ന സമയത്ത് ബൾഗേറിയയുടെ സൗത്ത് സൈഡ് എന്ന് പറയുന്നത് ഗ്രീസും ടർക്കിയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൾഗേറിയ എന്ന് പറയുന്നത് ഒരു സൗത്ത് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യമാണ്. ബൾഗേറിയയുടെ ബോർഡേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് സൗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസും ടർക്കിയാണ് വരുന്നത്. ഇനി നമ്മൾ വെസ്റ്റ് നോക്കുകയാണെങ്കിൽ സെർബിയയും നോർത്ത് മെസഡോണിയയാണ് വെസ്റ്റ് സൈഡ് വരുന്നത്. ഇനി നമ്മൾ നോർത്തിലോട്ട് നോക്കുന്ന സമയത്ത് റൊമേനിയയാണ് നോർത്തേൺ ബോർഡേഴ്സിൽ വരുന്നത്. ദെൻ ഈസ്റ്റേൺ ബോർഡറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സീ ആണ്. സോ ഇതാണ് നമ്മുടെ ബൾഗേറിയയുടെ ബോർഡേഴ്സ് കൺട്രി എന്ന് പറയുന്നത്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടെയാണ് ബൾഗേറിയ. നമ്മുടെ ബൾഗേറിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സോഫിയ എന്ന് പറയുന്ന സിറ്റിയാണ്. ഇത് കൂടാണ്ട് പ്ലെവന്, വെർണ ഇതുപോലുള്ള സിറ്റീസ് ഒക്കെയാണ് ബൾഗേറിയയിലുള്ള മെയിൻ ആയിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത്. ബൾഗേറിയയുടെ ഒരു ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69 ലക്ഷമാണ്. 2021 സെൻസസ് പ്രകാരമുള്ള ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 69 ലാക്സ് ആണ് വരുന്നത്. നമ്മുടെ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രികളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ബൾഗേറിയ ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CTS സിസ്റ്റം തന്നെയാണ്. യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം തന്നെയാണ് ബൾഗേറിയ ഫോളോ അപ്പ് ചെയ്യുന്നത്. 6 വർഷങ്ങളിലായിട്ട് 360 ക്രെഡിറ്റ്സ് എന്ന രീതിയിൽ തന്നെയാണ് ബൾഗേറിയയിലെയും സ്റ്റഡി സിസ്റ്റം വരുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇയേഴ്സ് ആണ്. 6 ഇയേഴ്സിലായിട്ട് 12 സെമസ്റ്റേഴ്സിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കോഴ്സ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ നോർമലി പല യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ യൂറോ ഏഷ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പഠനത്തിന് നമുക്ക് കടാവേഴ്സ് അവൈലബിൾ അല്ല. പക്ഷെ ബൾഗേറിയയെ സംബന്ധിച്ച് നമുക്ക് കടാവേഴ്സ് വെച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു രാജ്യം കൂടെയാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. ഇപ്പൊ ബൾഗേറിയയിൽ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബൾഗേറിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കുള്ളിൽ വരുന്ന കൺട്രിയാണ്. സോ 27 യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും ആ സ്റ്റുഡന്റിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സർട്ടൺ കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ജർമ്മനി പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജർമ്മൻ ലാംഗ്വേജ് പാസ് ആവേണ്ടതായിട്ടുണ്ട്. ഇല്ല നമ്മളിപ്പം അയർലൻഡിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐറിഷ് പാസ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സർട്ടൺ കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 27 രാജ്യങ്ങൾക്കുള്ളിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കറന്റില് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുകയും അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ ഗ്രാജുവേറ്റ്സ് ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പഠിച്ചതിൽ ഒരു 90% ആൾക്കാരും എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ജർമ്മനിയിൽ അല്ലെങ്കിൽ എന്താണ് ഇറ്റലിയിലോ ഫ്രാൻസിലോ UK പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വളരെ വളരെ കൂടുതലുള്ളത്. നാട്ടിൽ തിരിച്ചു വരുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ്. ബിക്കോസ് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നെക്സ്റ്റ് എഴുതി പാസ്സാവുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് UK അല്ലെങ്കിൽ എന്താണ് അയർലൻഡിലോ മാൾട്ടയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ എന്താണോ അവർ പറയുന്ന മാനദണ്ഡം അത് ക്ലിയർ ചെയ്തിട്ട് അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്ത്യയിൽ ഒരു MBBS ഡോക്ടറിന് കിട്ടുന്ന സാലറിയുടെ 5 ടൈംസ് സാലറി എന്ത് കിട്ടുന്നുണ്ട്, ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പോയാൽ സ്റ്റുഡൻസിന് കിട്ടുകയും ചെയ്യും. സോ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോട്ട് വിദ്യാർത്ഥികളെ പോകാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നോർമലി ഇപ്പൊ MBBS അബ്രോഡിന്റെ ബഡ്ജറ്റ് എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബൾഗേറിയ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൾഗേറിയ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8,000 യൂറോയ്ക്കും 9,000 യൂറോയ്ക്കും ഇടയിലാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, എൻഡ് ഓഫ് ദിസ് വീഡിയോ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ട്യൂഷൻ ഫീസ് എത്രയാണെന്നുള്ള കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
ബൾഗേറിയയിൽ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആഫ്റ്റർ ദ കോഴ്സ് ഇപ്പം ബൾഗേറിയയിൽ വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ അവിടെ വേറെ മെഡിക്കൽ ലൈസൻസിങ് എക്സാംസ് ഒന്നും തന്നെ ഇല്ല. 6 years കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് ഡയറക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ബൾഗേറിയൻ ലാംഗ്വേജ് എക്സാം നമ്മൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ ലോക്കൽ പേഷ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കോഴ്സിന്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ലാംഗ്വേജ് എക്സാം പാസ്സാവലെന്ന് പറഞ്ഞാൽ വളരെ ഹെഡ് ഏക്കിങ് കാര്യമൊന്നുമില്ല. അത് കൂടാണ്ട് ഏകദേശം ഒരു 6 വർഷം നമ്മൾ ആ ഒരു രാജ്യത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലാംഗ്വേജ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇറ്റലിയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ പോവാണ്. ഇപ്പൊ ജർമ്മനിയിൽ പോവാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവണം. then എന്താണ്, നമ്മൾ ഫ്രാൻസിലോട്ട് പോവാണെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പാസ്സാവണം. അത് കൂടാണ്ട് നമ്മളിപ്പോൾ UK-യിലോട്ട് പോവാണ്. UK-യിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾഗേറിയ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് ആള് പ്ലാബ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. പ്ലാബ് എക്സാം എഴുതാണ്ട് തന്നെ UK-യിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ഏതെങ്കിലും പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഇപ്പം IELTS ടോഫലോ പോലുള്ള എക്സാംസ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് തന്നെ ബൾഗേറിയയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് UK-യിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി നമ്മൾ റീച്ചബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് നമുക്ക് ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് സോഫി, അതായത് ബൾഗേറിയയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ ഖത്തറിൽ നിന്നാലും ദുബായിലാണെന്ന് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 5 hours ആണ് നമുക്ക് ട്രാവലിംഗ് അവേഴ്സ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കൊരു റീച്ചബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു പ്രോബ്ലം ആയിട്ട് വരാനായിട്ട് പോകുന്നില്ല. ഇനി നമ്മൾ ബൾഗേറിയയിലെ യൂണിവേഴ്സിറ്റീസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് സോഫിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സോഫിയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ബൾഗേറിയയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സോഫിയയുടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ 9,000 euro യൂണിവേഴ്സിറ്റി ഫീസ് വരുന്നത്. 9,000 euros എന്ന് പറയുമ്പോൾ അറൗണ്ട് 8,10,000 രൂപയാണ് നമുക്ക് പെർ ഇയർ ഫീസ് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 lakh എന്ന രീതിയിൽ നമുക്ക് എന്താണ് 2 സെമസ്റ്റർ ആയിട്ട് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് വരുന്ന വേറൊരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് വെർണെ ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് വെർണെ ആയാലും നമ്മുടെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. 9,000 euro നമുക്ക് എന്ത് വരുന്നത്, ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള വേറൊരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്രോപ്റ്റ്യൂബ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് പ്രോപ്റ്റ്യൂബ് ആയാലും നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,000 euro തന്നെയാണ് നമുക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലവൻ ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് പ്ലവന്റെ ട്യൂഷൻ ഫീസ് വരുന്നത് 8,500 euro ആണ്. ദെൻ എന്താണ്, യൂണിവേഴ്സിറ്റി ഓഫ് ടാർക്ക വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടാർക്കയുടെ ട്യൂഷൻ ഫീസ് വരുന്നത് 8,000 euro ആണ്. ഈ 5 യൂണിവേഴ്സിറ്റീസിൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലവൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അവരുടെ ഇൻടേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലവനിൽ മാത്രമാണ് ഫെബ്രുവരി ഇൻടേക്ക് ഉള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു വിസ പ്രോസസിങ് അതുപോലെ തന്നെ ബാക്കി ഡോക്യുമെന്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു ഏഷ്യൻ കൺട്രിയിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു യൂറേഷ്യൻ കൺട്രി, ഇപ്പൊ ജോർജിയോ അല്ലെങ്കിൽ അർമേനിയൊക്കെ പോലുള്ള യൂറേഷ്യൻ കൺട്രിയിലൊക്കെ പോകുന്ന പോലെ അത്രയേറെ ഈസി ആയിട്ടുള്ള വിസ പ്രൊസീജിയേഴ്സ് ഒന്നും അല്ല. നമുക്ക് നോർമലി വിസ പ്രോസസിങ്ങിന് അറൗണ്ട് ഒരു 3 to 4 months വരെ നമുക്ക് ടൈം എടുക്കുന്ന ഒരു കൺട്രിയാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. അത് കൂടാണ്ട് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തുന്ന ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂസ് കൂടെ പാസ്സായാൽ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് ഏകദേശം ഒരു 50 to 60 lakhs എന്ന രീതിയിൽ നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആണ് എങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ബൾഗേറിയ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു 27 യൂറോപ്യൻ രാജ്യങ്ങളിലും അത് കൂടാണ്ട് UK-യിൽ പ്ലാബ് എഴുതാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ബൾഗേറിയ. സോ ബൾഗേറിയയിലെ MBBS അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബാക്കി ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിക എഡ്യൂക്കേഷനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബിക്കോസ് എന്താ, നമ്മുടെ ഫുൾ ടൈം റെപ്രസെന്റേറ്റീവ്സ് നമുക്ക് ബൾഗേറിയയിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അസിസ്റ്റൻസ് വരാനായിട്ട് അവർ 24 hours അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.